ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഞാൻ പല ഇൻഗ്രീഡിയൻസ് ചേർത്ത് പാൻകേക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും വളരെ ഗുണമുള്ളതുമായ ഒരു പാൻകേക്കാണ് ബ്ലൂബെറി പീനട്ട് ബട്ടർ പാൻകേക്ക്. ആദ്യം ഞാൻ എടുക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഈ ബൗളിൽ 1/2 കപ്പ് ഹോൾ വീറ്റ് ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇനിയും അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്ത് ഇളക്കി മാറ്റി വെക്കണം. ഇനിയും വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്. അതിന് എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസിലുള്ള ഓവർ റൈപ്ഡ് ബനാനാസ് ആണ്. ഇത് മാഷ് ചെയ്ത് എടുക്കണം. ഈ ബനാനസ് ഒരു 300 ഗ്രാമോളം ഉണ്ടായിരുന്നു. ഇത് മാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് ക്രീമി ആയിട്ട് മാഷ് ചെയ്യുകയും വേണം, എന്നാൽ ഒരു സ്വല്പം പീസസ് അതിൽ ഉണ്ടായിരിക്കുകയും വേണം. ഇനിയും ഇതിൽ ചേർക്കുന്നത് 1/2 കപ്പ് ക്രീമി പീനട്ട് ബട്ടറാണ്. 2 മുട്ട ഇതിൽ ചേർക്കുന്നതിന് മുമ്പേ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ബീറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കഴിയുമ്പോഴേ അതിൽ മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ഇനിയും ചേർക്കുന്നത് 1/4 കപ്പ് പാല്. ഈ പാല് റൂം ടെമ്പറേച്ചറിലാണ് എടുത്തിരിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനിയും ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫ്ലവർ ചേർക്കണം. ഫ്ലവർ ചേർത്ത് കഴിഞ്ഞ് ഓവർ മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻഡ് ആയാൽ മതി. ഇനിയും ഇതിൽ ചേർക്കുന്നത് 1 കപ്പ് ഫ്രഷ് ബ്ലൂബെറീസ് ആണ്. ഫ്രോസൺ ബ്ലൂബെറി വേണമെന്ന് വരികിലും ചേർക്കാം. ബ്ലൂബെറി ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ഫോൾഡ് ചെയ്യുകയേ ചെയ്യാവുള്ളൂ. ഈ പാൻകേക്കിന്റെ പേര് തന്നെ പീനട്ട് ബട്ടർ ജെല്ലി പാൻകേക്ക് എന്നാണ്. പക്ഷെ ബ്ലൂബെറിയാണ് ആ ജെല്ലിയുടെ പാർട്ട് ചെയ്യുന്നത്. അത് നേരെ ഈ പാനിൽ കിടന്ന് വേകുമ്പോൾ കാണാം. ഇത്രയും മതി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ചെറിയ ദോശക്കല്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു സ്വല്പം ബട്ടറാണ് അതിൽ തൂക്കുന്നത്. ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു ലൈറ്റായിട്ട് ഓയിലോ ബട്ടറോ ഗീയോ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് തൂത്താൽ മതി. ഇതിന്റെ ബാറ്റർ സ്വല്പം കട്ടിയായിരിക്കും. ഇതിന്റെ ഇതുപോലെ ഒന്ന് പയ്യെ ഒന്ന് പാറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല റൗണ്ടിൽ ആക്കിയെടുക്കാം. ഈ പാൻകേക്കിന്റെ മുകളിൽ എയർ ബബിൾസ് വന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കത് മറിച്ചിടാം. ഏകദേശം ഒരു സൈഡ് 1-2 മിനിറ്റ് വേവിച്ചാൽ മതി. അതുപോലെ തന്നെ മറിച്ചിടുന്നത് വളരെ സാവധാനത്തിൽ മറിച്ചിടണം, അല്ലെങ്കിൽ അതിന്റെ ഫ്ലഫിനെസ് പോകും. പാൻകേക്ക് വേകുമ്പോൾ ബ്ലൂബെറി അതിന്റെ ഉള്ളിലിരുന്ന് പൊട്ടി ഒരു ജെല്ലി പോലെ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് പീനട്ട് ബട്ടർ ജെല്ലി പാൻകേക്ക് എന്ന് പറയുന്നത്. ആ ബ്ലൂബെറിയുടെ സ്വീറ്റ്നെസ് കൊണ്ട് നമുക്ക് വേറെ ആഡഡ് ഷുഗറോ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പീനട്ട് ബട്ടർ ഓർ പീനട്ട് ബട്ടർ ജെല്ലി സാൻഡ്വിച്ച് ഇഷ്ടമുള്ളവർക്ക് ഈ പാൻകേക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ റെസിപ്പിയിൽ ഉണ്ടാക്കി നോക്കുക.